എന്തു പറ്റി ബോസ്? നീ എന്നെ എത്ര ക്ലോണുകൾ ഉണ്ടാക്കി? ടിംബക്ടു എന്നെ എണ്ണ ആകെ കഷ്ടപ്പെടുക. രണ്ടെണ്ണം ഉണ്ടാക്കി. ഒന്നിനെ ലൈബ്രറിയിലേക്ക് അയച്ചു, മറ്റതിനെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ അവിടെ നിർത്തി. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോയേക്കായിരുന്നു. ജിൻടു, ആ ക്ലോൺ ബൈ വേറെ ആരെങ്കിലും കൺഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിനെ ഇങ്ങോട്ട് വിളിക്കേ വേഗം. ഒരു മിനിറ്റ്, ഇവിടെ വേണ്ട, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളിക്ക്. അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. അതിനെന്താ, ഇപ്പൊ ശരിയാക്കി തരാലോ. ഇംലിയും അപ്പൂപ്പനും ആകെ വിഷമിക്കുന്നുണ്ടാവും. അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവാ. ഓക്കേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ടിംബക്ടു ക്ലോൺസിനെ എല്ലാം പിടിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇപ്പോഴും അയാൾ അവിടെ കിടന്ന് എണ്ണിക്കൊണ്ടിരിക്കുക, ആരെ എവിടെയാ പിടിച്ചെന്നൊക്കെ. ജിണ്ടു, ഈ ക്ലോണുകളെ തിരിച്ചയക്കൂ വേഗം. അതെ അതെ, രണ്ടുപേരും തിരിച്ചയക്ക്. അതെ, വേഗം ഇവരെ രണ്ടുപേരും തിരിച്ചയക്ക്. അതെ, ഇവരെ രണ്ടുപേരെ വേഗം തിരിച്ചയക്ക്. ഇവര് കാരണം മൊത്തം പ്രശ്നങ്ങളാ. സ്റ്റോപ്പ്. ശരിക്കുള്ള വേറെ ഞാനാ. നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പോ. ശരിക്കുള്ള വേറെ ഞാനാ. ശരിക്കുള്ള വേറെ ഞാനാ. എനിക്കാകെ കൺഫ്യൂസ് ആയിട്ട് വയ്യ. ശരിക്കുള്ള വീർ ഏതാ? ഇംലി, നീ പറ. ഇംലി, ശരിക്കുള്ള വേറെ ഞാനാ. അപ്പം പോയി നോക്ക്. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒറിജിനൽ വീർ ആരാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ശരിക്കുള്ള വേറെ ഞാനാ. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനാ ശരിക്കുള്ള വേറെ. ജിണ്ടു, ഇതാണ് ശരിക്കുള്ള വീർ. ഇതാണ് എംലിയുടെ യഥാർത്ഥ സുഹൃത്ത്. ബാക്കി രണ്ടുപേർക്കും എംലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ അപ്പൂപ്പ, അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാ. ഇവിടെയല്ല, നീ നേരത്തെ ഇരുന്ന കോച്ചിലെ അപകടം. വേഗം ചെല്ല്. എല്ലാവരും അവിടുന്ന് വേറെ കോച്ചിലോട്ട് മാറ്റ്. ഇനി തന്റെ ആവശ്യമില്ല. നീ ചെയ്യേണ്ട പണി ഇംലി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ ഡിവൈസ് പൊട്ടും, എല്ലാരും ഫ്രീസ് ആവും. എന്റെ ശരീരം മെറ്റലുകൊണ്ടായതുകൊണ്ടാ ഇവൻ മാഗ്നറ്റിക് റേസ് വെച്ച് എന്നെ പിടിച്ചത്. ഇതിനുള്ള പരിഹാരം എന്റെ അടുത്തുണ്ട്. ആന്റി മാഗ്നറ്റിക് റേസ് ഓൺ. ആന്റി മാഗ്നറ്റിക് റേസ് ഓൺ. ബാറ്ററി ലോ ആവാൻ വേറെ ഒരു സമയം കിട്ടിയില്ലേ? വേഗം ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ ട്രെയിനിനെ രക്ഷിക്കാൻ പറ്റില്ല. റോബോബോയ്, വേഗം വരൂ. ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. പവറൊക്കെ തീർന്നു പോവാ. എന്റെ കയ്യിൽ പിടിച്ചോ. ഈ കോച്ചിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. Thank you, Emily. Welcome, Roboboy.
ബാക്കിയുള്ളൂ. മാൻ ഫ്രീസിംഗ് ഡിവൈസ് നിന്റെ പുറത്തുണ്ട്. താങ്ക് യു റോബോബോയ്. അവിടെയുണ്ട്. അവരെങ്ങോട്ടാ പോകുന്നെന്ന് നമുക്ക് അവരുടെ പുറകെ പോയി നോക്കാം. നീ അവിടെ പോയി ഒളിച്ചോ, ഇങ്ങോട്ടെങ്ങും വരില്ലേ. Fire suit on. Fire suit on. വീർ, നീ നിന്റെ അപ്പൂപ്പനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞേക്ക്. അതിന് സമയമായിട്ടില്ല. Jet shoes on. Jet shoes on. Jet shoes off. വേണ്ട വേണ്ട, ഓഫാക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഓഫാക്കരുത്, ഓഫാക്കരുത്. Wing suit on. Wing suit on. ഡോക്ടർ പ്രേം സഹായ്, വീറിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ലാബ് മുഴുവൻ അല്പസമയത്തിനകം പൊട്ടിത്തെറിക്കും. മനസ്സിലായോ? ബൈ ബൈ ഡോക്ടർ പ്രേം സഹായ്. ബോസ് ബോസ്, എന്നെ കൂടി കൊണ്ടുപോ ബോസ്. വീർ, എത്രയും വേഗം ഇവിടുന്ന് പുറത്തു കിടന്നേ പറ്റൂ. ഇവിടെ മുഴുവനും പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ദേ നോക്ക്, അപ്പൂപ്പൻ റോബോബോയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഒട്ടും സമയമില്ല. നിങ്ങളെല്ലാവരും വേഗം എന്റെ സ്പേസ്ഷിപ്പിൽ കയറി ഇവിടുന്ന് പൊയ്ക്കോളൂ. അപ്പൂപ്പ,
എന്റെ സ്പേസ് ഷിപ്പ് ഓട്ടോമാറ്റിക്കാ. അപ്പൂപ്പൻ വെറും സ്വിച്ച് ഓൺ ആക്കാനുള്ള ബട്ടൺ അമർത്തിയാ മതി. അത് തന്നെ നിങ്ങളെ ഫുർസത്ഗഞ്ചിലേക്ക് എത്തിച്ചോളും. ഓക്കെ റോബോ ബോയ്. ഇംലി എവിടെയാണ്? ഞാൻ ഇംലിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. താങ്ക്സ് വേ. You are welcome, Emily.